ഗായ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഫുഡ് ഉണ്ടാക്കൽ വ്ളോഗ് ബൈ യു കേരള. ഇന്ന് നമുക്ക് പ്രോൺസ് വറുത്തരച്ച് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. പക്ഷെ ആദ്യം ചട്ടി ചൂടായാൽ നോക്കണം കേട്ടോ, എന്നിട്ട് വേണം വെളിച്ചെണ്ണ ഒഴിക്കാൻ. എന്നിട്ട് നമ്മൾ കുറച്ച് കടുക് വറ, കറിവേപ്പില വറ, ഉള്ളി വറ, അങ്ങനെ നമ്മൾ കുറച്ച് എന്താക്കുക, ഉള്ളി വഴറ്റുക. അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി കുറച്ച് ടൊമാറ്റോയും ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കുക. ആഡ് ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ, ചിക്കൻ മസാല, കാശ്മീരി പൗഡർ എന്നിവ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോൺസ് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ 500 ഗ്രാം പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പൊടികൾ വേണം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, തേങ്ങയൊന്ന് വറുത്തരയ്ക്കാം. ആദ്യം തന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കോക്കനട്ട് ആഡ് ചെയ്യാം. ഗ്രേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ കുറച്ച് ഷാലറ്റ് ഒണിയനും അതുപോലെ തന്നെ ചെറിയ ജീരകം, വലിയ ജീരകം അതൊക്കെ ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. ഞാൻ ചെറിയ ജീരകം ആഡ് ചെയ്തതിൻ്റെ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് ആഡ് ചെയ്തത്. അതിൻ്റെ ആ ടേസ്റ്റും മണവും എനിക്കിഷ്ടമാണ്. അതിന് ശേഷം ടർമറിക് പൗഡർ, ചില്ലി പൗഡർ ഇതൊക്കെ കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. കറിവേപ്പില നിർബന്ധമാണ് കേട്ടോ. കറിവേപ്പിലയാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ. ഇങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടെ ഏകദേശം നമ്മുടെ ചെമ്മീൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളുടെ തേങ്ങ വറുത്ത് വെച്ചത് മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളം ഒഴിച്ചതിൻ്റെ ശേഷം അരച്ചെടുക്കുക കേട്ടോ. ആഹാ, ഇത് നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താക്കാം, ഇനി നമ്മുടെ ചെമ്മീനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്ത് ഭംഗിയാ നോക്കിക്കേ. കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണേ. നമ്മുടെ വറുത്തരച്ച ചെമ്മീൻ കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും കാണാം. ബൈ.